ഒരു വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി വിദ്യാർത്ഥികൾ പിടിയിലായിട്ടുണ്ട്. മലപ്പുറം സ്വദേശികളായ യുവതിയും യുവാവുമാണ് ഇന്നലെ രാത്രിയിൽ പിടിയിലായത്. തായ്ലൻഡിൽ നിന്നാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നത്. ജിബിൻ ജേബി ഉണ്ട്. ജിബിൻ, ആരൊക്കെയാണ് പിടിയിലാകുന്നത്? വലിയ അളവിലുള്ള ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടുന്നത് അല്ലേ? പ്രജീഷ്, കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് 10 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. പക്ഷേ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത് ഇന്ന് മാത്രമാണ്. മലപ്പുറം സ്വദേശികളായിട്ടുള്ള ഒരു യുവാവിനെയും യുവതിയുമാണ്, 21 വയസ്സുള്ള യുവതിയെയും 23 വയസ്സുള്ള യുവാവിനെയുമാണ് എയർ കസ്റ്റംസ് വിഭാഗം പിടികൂടിയിരിക്കുന്നത്. ഇവർ തായ്ലൻഡിൽ നിന്നാണ് ബാങ്കോക്ക് വഴി സ്കൂട്ട് എയർവേസിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഇത് എത്തിച്ചതെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോൾ എയർ വിഭാഗം കസ്റ്റംസ് നടത്തുന്ന പ്രധാന അന്വേഷണം എന്ന് പറയുന്നത് തായ്ലൻഡിൽ നിന്ന് ആദ്യ തവണ തായ്ലൻഡിൽ പോയി അവിടെ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തണമെങ്കിൽ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിൽ എന്തായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ആദ്യ തവണയാണ് അവർ ഈ ഒരു പരിപാടിക്ക് പുറപ്പെടുന്നതെങ്കിൽ. പക്ഷേ അവർ മുൻപും തായ്ലൻഡിൽ പോയി അവിടെ നിന്ന് കഞ്ചാവ്, ഈ ഹൈബ്രിഡ് കഞ്ചാവ് വിമാനമാർഗം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കാമെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എയർ കസ്റ്റംസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കൂടി ഇവർ യാത്ര ചെയ്തിട്ടുണ്ടോ, മുൻകാലഘട്ടങ്ങളിൽ ഇവർ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു വിവരങ്ങൾ കൂടി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ശരി, ജിബിൻ ജേബിയാണ് ഇവർ നൽകിയത്. വലിയ അളവിലുള്ള ഹൈബ്രിഡ് കഞ്ചാവാണ് ഇപ്പോൾ എയർപോർട്ടിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. 10 കോടി വില മതിക്കുന്ന കഞ്ചാവാണ് യുവതി യുവാക്കളിൽ നിന്നും പിടികൂടി.